ഹലോ എവരി വൺ, ഫോക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യനാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്. അതിനെ നമ്മുടെ വീട്ടാവശ്യത്തിനും വ്യവസായ ആവശ്യത്തിനും എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെയാണ് സോളാർ പാനലുകളുടെ പ്രാധാന്യം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ സിബി സാറാണ്. ഞാൻ സിബി കെ തോമസ്, മാനേജിംഗ് ഡയറക്ടർ ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽസ് കോഴിക്കോട്. ഞങ്ങൾ പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി ചെയ്തിരിക്കുന്ന 20 കിലോവാട്ട് സോളാർ പ്ലാന്റ് ആണിത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അദാനി കമ്പനിയുടെ ടോപ്കോൺ സോളാർ പാനലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ലഭിക്കുന്ന, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. 20 കിലോവാട്ട് പവർ പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ബാങ്കിന്റെ വൈദ്യുതി ഉപയോഗം പഠിച്ചതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അവർ തന്ന സ്പെക്ക് അനുസരിച്ച് ആണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അവരുടെ എല്ലാ റിക്വയർമെന്റുകളും മീറ്റ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവർക്ക് ഈ സാധനം സ്ഥാപിച്ച് ഇപ്പോൾ KSEBിയിലേക്ക് കണക്ട് ചെയ്ത് KSEBിക്ക് വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നോക്കിയാൽ ഇന്നിപ്പോൾ അവധി ദിവസമാണ്. ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും KSEBിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാസാവസാനം ഇത് കണക്ക് കൂട്ടി ബാങ്കിന്റെ ഉപയോഗം പൂർണ്ണമായി തന്നെ വൈദ്യുതി ഫ്രീ ആയി ലഭിക്കുന്ന രീതിയിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം, ഒട്ടും തന്നെ ഷെയ്ഡ് ഇല്ലാത്ത ഈ റൂഫ് ടോപ്പിന്റെ മുകളിലാണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയം മുതൽ അസ്തമയം വരെയുള്ള മാക്സിമം പ്രൊഡക്ഷൻ ഇവർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ സോളാർ പ്ലാന്റ് മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ നിന്ന് ലഭിക്കും. ഇടിമിന്നൽ രക്ഷാചാലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ലൈറ്റ്നിങ് നമ്മുടെ ഈ സിസ്റ്റത്തിനെ ബാധിക്കാത്ത തരത്തിൽ ആ രക്ഷാചാലകം ഇതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന സിസ്റ്റമാണ്. അതുപോലെ ഏറ്റവും നന്നായിട്ട് എർത്തിങ്, അതുപോലെ ഓരോ പാനലിൻ്റെ ഫിറ്റിംഗ് ആയാലും എല്ലാം ഗുണമേന്മ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഗാർഹിക ഉപഭോക്താക്കൾക്കും സോളാർ പ്ലാന്റുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഞങ്ങൾ 2 കിലോവാട്ട് മുതൽ ഓരോ ഉപഭോക്താവിൻ്റെയും ആവശ്യമനുസരിച്ച് അവരുടെ ആവശ്യം എത്രയുണ്ട്, അവരുടെ കറണ്ട് ബില്ല് എത്രയാണ്, ഇതെല്ലാം സ്റ്റഡി ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള സോളാർ പ്ലാന്റുകൾ ഡിസൈൻ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി വാങ്ങി നൽകുന്നുണ്ട്. ഇതിനോടകം തന്നെ 200-ലധികം പ്ലാന്റുകൾ ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിലായി മലബാർ മേഖലയിൽ ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം വളരെ സന്തോഷവാന്മാരാണ്. കാരണം ആഫ്റ്റർ സെയിൽ സപ്പോർട്ടിനും ഞങ്ങൾ വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തൊരു സംശയങ്ങൾ ചോദിച്ചാലും കസ്റ്റമേഴ്സിന് ഉടനടി അതിൻ്റെ മറുപടി കൊടുക്കുക, പ്ലാന്റ് ഇൻസ്പെക്ട് ചെയ്യുക, റൊട്ടീൻ ചെക്കപ്പ്, ഇതൊക്കെ ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി KSEBിയിലേക്ക് എക്സസ് ഉപയോഗത്തിന് ശേഷമുള്ളത് KSEBിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ പ്ലാന്റിൻ്റെ മിന്നൽ രക്ഷാചാലകം അല്ലെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റർ. ഈ ഭാഗത്തുണ്ടാകുന്ന ലൈറ്റ്നിങ് എല്ലാം ഇതിലൂടെ ഗ്രൗണ്ടായി പോവുകയും നമ്മുടെ പ്ലാന്റിന് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന അത് ഈ ലൈറ്റ്നിങ് അറസ്റ്ററിലൂടെയാണ്. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽസിൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നു. എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ ഡിവിഷനാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 20 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പേസും കാര്യങ്ങളും ഒക്കെ ഒരു കൺസേൺ ആയിരുന്നു. പക്ഷെ നമുക്ക് ഭംഗിയായിട്ട് നമ്മളെ ടെക്നിക്കൽ ടീമും ഇവരൊക്കെ ഇവാലുവേഷൻ പകരം കൃത്യമായിട്ട് നമുക്ക് 2 പാർട്ടായിട്ടാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യിക്കാൻ പറ്റി. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്. ആളുകൾക്ക് ഈ സോളാർ പ്ലാന്റുകൾ വെക്കേണ്ട ഒരു രീതികൾ, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് എത്ര രീതിയിലാണ് വെക്കേണ്ടതെന്നുള്ള അവയർനെസ് കുറവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് പലപ്പോഴും സോളാർ ഇൻഡസ്ട്രിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഒരു അൺസാറ്റിസ്ഫാക്ടറി വരുന്ന ഒരു സാധനം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസോ വളരെ മിസ്റ്റേക്ക് പലപ്പോഴും സംഭവിക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും പല കസ്റ്റമറോട് പറയുന്ന സാധനം, വെക്കുന്ന സമയങ്ങളിൽ ആ വെക്കുന്ന ഡെവലപ്പറുടെ ഒരു ഹിസ്റ്ററി കൂടി പരിശോധിക്കുക എന്ന് പറയും. അവരെവിടെയൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അവർ ഏതൊക്കെ പ്ലാന്റുകൾ ചെയ്തിട്ട്, അവർ എത്രത്തോളം എക്സ്പീരിയൻസ് ആണ്, ഗവൺമെന്റിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് അവർക്കുണ്ട്, അവരുടെ ടെക്നിക്കൽ ടീം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അവർ ഇതിന് മുമ്പേ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക അവയർനെസ്സും കൂടി എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സർട്ടിഫിക്കേഷൻസ് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് ഡെവലപ്പറും ആദ്യം പറയുന്ന സാധനം അവർക്ക് MNREയുടെ, തീർച്ചയായിട്ടും MNREന്റെ സർട്ടിഫിക്കറ്റ് ഒരു എഫിഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ഒരു വളരെ വേണ്ട സാധനം തന്നെയാണ്. പക്ഷെ MNREന്റെ സർട്ടിഫിക്കറ്റിനെക്കാട്ടും ഉപരി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരത്തെ ഒരു ടീമിന്റെ ഒരു എഫിഷ്യൻസി നോക്കുക, അതേപോലെ തന്നെ
ഇത് ഇലക്ട്രോ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രിക്കൽ കമേഴ്ഷ്യൽ പ്ലാന്റ് എന്നാണ് പറയുക, സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സർട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ബി ക്ലാസ് ലൈസൻസ്, അതേപോലെ തന്നെ മറ്റു പല സാധനങ്ങളുടെയും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെയധികം പരിശോധിക്കേണ്ട എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെയാണ് ഒരു ഡെവലപ്പറെ സംബന്ധിച്ച് അയാൾ ഒരു എഫിഷ്യന്റ് ആണോ, അയാൾ ഒരു നല്ല ഡെവലപ്പറെ ആണോ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നുള്ള ഒരു അഷ്യൂരിറ്റി എപ്പോഴും എന്താ പറയുക വെക്കുക. പറ്റുമെങ്കിൽ അവർ ഇതിന് മുന്നേ സ്ഥാപിച്ച ആളുകളായിട്ട് ബന്ധപ്പെടാനോ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഏതെങ്കിലും KSEB ഒക്കെ ആയിട്ട് അവർ അലൈൻ ചെയ്തിട്ട് പ്രൊജക്റ്റുകൾ, കാരണം KSEB ഒക്കെയാണ് അവരെ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡെവലപ്പർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഡെവലപ്പർ ഒരു റേറ്റിംഗ് അവർക്ക് ഏകദേശം അവരോട് ചോദിച്ചാൽ കിട്ടും. ഇത്രയും സാധനങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ബേസിക് സാധനം എന്ന് പറയുന്ന സാധനം. അപ്പൊ പലപ്പോഴും സംഭവിക്കപ്പെടുന്നത് നമ്മളെ പ്ലാന്റുകൾ സ്ഥാപിച്ചതിന് ശേഷമുള്ള ഒരു മെയിൻ്റനൻസ് എന്ന് പറയും. ഈ പ്ലാന്റ് എന്താ പറയാ, ഒരു സോളാർ പ്ലാന്റിനെ സംബന്ധിച്ച് ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഘടകമാണ്. നമ്മൾ പലപ്പോഴും ഒരു ഇൻവെർട്ടർ ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് കംപ്ലൈന്റ് ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഡ് ആയി കഴിയുന്ന അവസ്ഥയിൽ മാത്രമേ അതിനെക്കുറിച്ച് ചെയ്യാറുള്ളൂ. ഒരിക്കലും സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സോളാർ പ്ലാന്റ് ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു അഴുക്കോ ഉള്ളത് വൃത്തിയാക്കുന്നതിനനുസരിച്ച് അതിന്റെ ഈവൻ നമുക്കൊരു യൂണിറ്റ് ഒരു ദിവസം നഷ്ടം വരുമ്പോൾ ഒരു മാസം 30 യൂണിറ്റോളം നഷ്ടം വരും. നമുക്കൊരു സാമ്പത്തികമായിട്ട് പലപ്പോഴും ഒരു ബില്ലിൽ അത് റിഫ്ലക്ട് ചെയ്ത് കഴിയുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ സോളാർ പ്ലാന്റിന് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക. പല ടൈപ്പ് പാനലുകൾ അവൈലബിൾ ആണ്. ഓരോ പ്രദേശത്തിനും അനുസരിച്ചുള്ള പ്ലാന്റുകളുടെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വളരെ വലിയൊരു സമയം ആവശ്യം വരും. എന്നിരുന്നാലും ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 23% എഫിഷ്യൻസി ഒക്കെ ഉള്ള ഏറ്റവും വലിയ ടോപ്പ് കോൺ പാനലുകൾക്കൊക്കെ നല്ല ജനറേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലൈമറ്റ്, അല്ലെങ്കിൽ പുറത്തെ ക്ലൈമറ്റിനെയോ, അല്ലെങ്കിൽ ഒരു മഴ മാറി വെയിൽ വരിക, വെയിൽ മാറി മഴ പെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ജനറേഷൻ എന്ന് പറയുന്ന ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഈ പല ടൈപ്പ് സോളാർ പ്ലാന്റുകൾ അല്ലെങ്കിൽ സോളാർ പാനലുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ആ പ്രദേശത്തിന് അനുസരിച്ചുള്ള എന്താ പറയുക പാനലുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, നല്ല കമ്പനികളുടെ എത്രത്തോളം വാറണ്ടി കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഒരുപാട് പാനലുകൾ അവൈലബിൾ ആണ്, ഇൻവെർട്ടറുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ ഒരു ഡെവലപ്പർ വന്നിട്ട് പറയും ഇത് വളരെ നല്ലതാണ്, ഇത് വളരെ ഇന്ന സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ പാനലിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ജനറൽ അവയർനെസ്സും കൂടെ എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കിലോവാട്ടിൽ 20 കിലോവാട്ട് ഇൻവെർട്ടറാണ്. നമ്മൾ ഈ നേരത്തെ പാനലിന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറുകളും പല മോഡൽസ്, പല മേക്കുകൾ, ഇതും കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഇൻവെർട്ടറിന്റെ ഹിസ്റ്ററി, അതായത് നല്ല ഇത് ചെയ്ത ഡെവലപ്പേഴ്സിന് ആ ഇൻവെർട്ടറിന്റെ ഒരു കംപ്ലൈന്റ് റേഷ്യോയും, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് ഭാവിയിൽ കംപ്ലൈന്റ് വന്നുകൂടാന്നൊന്നുമില്ല. അപ്പൊ അത് വരുന്ന സമയത്ത് നമുക്ക് റെക്ടിഫിക്കേഷന് വേണ്ട സപ്പോർട്ട്, ഓൺ സൈറ്റ് സപ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോളാർ. അതിനുപരി ഒരു സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു 40ഓളം ഐറ്റംസ് അടങ്ങിയ ഒരു യൂണിറ്റ് ആണ്. നമ്മളൊരു ടിവിയോ മറ്റു സാധനങ്ങളോ മേടിക്കുന്ന പോലുള്ള ഒരു പ്രൊജക്റ്റ് അല്ല ഒരു സോളാർ പ്ലാന്റ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ഈവൻ കേബിള്, ഇത്തരം മീറ്ററുകൾ എല്ലാം അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. എർത്തിങ്, മറ്റു വയറിങ്, എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ എഫിഷ്യൻസി നമുക്ക് കാലങ്ങളോടെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. മറ്റ് സംഭവിക്കപ്പെടുക ചിലപ്പോൾ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഫീല് കിട്ടൂല, അതിന്റെ ഒരു ഡിക്രീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ 1-2 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അതിനൊരു സഡൻ ഡിക്രീസ് വരികയും അത് KSEB ബില്ലിൽ നമുക്ക് ഒരു എമൗണ്ട് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സാധനങ്ങൾ മറ്റു സാധനങ്ങളിലൊന്നും ആരും ഒന്നും ശ്രദ്ധിക്കാത്തതോ, അല്ലെങ്കിൽ ഇൻവെർട്ടറിലോ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പീരിയഡിക്കൽ മെയിൻ്റനൻസോ, ഈവൻ കേബിളിന്റെ ഒരു റെസിസ്റ്റൻസ് പവർ പോലും വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ കാലാവസ്ഥ മഴയും വെയിലൊക്കെ മാറുന്ന സമയത്ത് സോളാറിന്റെ വയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്തുകൂടിയാണ് ഉണ്ടാവുക, ഒരിക്കലും കൺസീൽഡ് ആയിരിക്കില്ല. അപ്പൊ ഈ മഴ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത്, വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് കൂടാനും അതിന്റെ എഫിഷ്യൻസി, ഇപ്പോൾ ഉണ്ടാക്കുന്ന പവർ ജനറേഷൻ നമുക്ക് താഴെ അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥിതിയും സ്വാഭാവികമായിട്ട് കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ക്വാളിറ്റി ചെക്കിങ്ങും, അത് ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുക എന്നുള്ളതും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോളാർ പാനലിൽ. പലപ്പോഴും നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം പാനൽ ഏതാണ്, ഇൻവെർട്ടർ ഏതാണെന്ന് എല്ലാവരും നോക്കുകയും 2 പാനലും ഇൻവെർട്ടറും ഇയാൾ തന്നതും ഇന്ന കസ്റ്റമർ കോട്ട് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ എന്നെ ഡെവലപ്പർ കോട്ട് ചെയ്തിരിക്കുന്നതും ഈ പാനലും ഈ ഇൻവെർട്ടറാണ്, ഈ ഡെവലപ്പറും കോട്ട് ചെയ്തിരിക്കുന്നത് ഈ പാനലും ഈ ഇൻവെർട്ടർ തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബിഡിൽ ഇത്ര ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയും.
അപ്പോൾ അവരെ സ്വാഭാവികമായിട്ട് മറ്റു അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഞാൻ പറയുന്ന ഈ സാധനങ്ങളുടെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു പ്രൈസ് കമ്പാരിസൺ പൂർണ്ണമായിട്ടും ശരിയാവുള്ളൂ എന്നുള്ള ഒരു ഫീൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇൻവെർട്ടറും പാനലും സെയിം ആണ്, പക്ഷേ പൈസ ഇതിൽ കുറവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഉപയോഗിക്കുന്ന ഓരോ ഈവൻ അതിന്റെ നെറ്റ് ആൻഡ് ബോൾട്ട് SS സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, പാനൽ ഉപയോഗിക്കുന്ന ക്ലാമ്പുകൾ, ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സ്ട്രക്ചർ, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വരുന്ന സമയത്ത് മാത്രമാണ് നല്ലൊരു പ്ലാന്റ് ആവുകയും ആ പ്ലാന്റിനെ നമുക്ക് ദീർഘകാലത്തേക്ക് അതിന്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു ഉപകാരം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യുള്ളൂ എന്നുള്ളത് വളരെ 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സോളാർ വീടുകളിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ സമീപിച്ചാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പഠിച്ച് നിങ്ങളുടെ വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സോളാർ പ്ലാന്റ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തും ആയിക്കൊള്ളട്ടെ, എത്ര കിലോ വാട്ട് ആയാലും അത് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ മുതലെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതിനൊന്നും നിങ്ങളൊരു എക്സ്പെൻസ് മുടക്കേണ്ടതില്ല. താല്പര്യമുള്ളവർ ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽസ് കോഴിക്കോട്, ഞങ്ങളുടെ ഫോൺ നമ്പർ നോട്ട് ചെയ്യാം, വിളിക്കാം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം.